ഹായ്, പുതിയൊരു ഡീറ്റെയിൽസ് എടുത്ത വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നലെ തന്നെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് ആർക്കും തന്നെ ശ്രീനേനെയും വേണ്ട, പ്രതാപിനെയും വേണ്ട, ഹയർസിനെയും വേണ്ട എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ എന്നാണ്. എല്ലാവർക്കും വേണ്ടത് അവരിട്ട പൈസയോ അല്ലെങ്കിൽ അവർ ചേർത്ത ആളുടെ പൈസയോ മാത്രം മതി. കമ്പനി തിരിച്ചു വരേണ്ട എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി നമ്മൾ കേട്ട നമ്മുടെ റസിയാത്തയുടെ വോയിസ് ആണെങ്കിൽ ഇന്ന് മറ്റൊരു അതേ ഗ്രൂപ്പിലുള്ള മറ്റൊരാളും ഒരുപാട് സമാന മനസ്കർ PM-ലും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഈ കമ്പനി തിരിച്ചു വന്നിട്ട് ഒരു കാര്യമില്ല, ആരും തന്നെ ഇത് ഐഡിയ അടിക്കാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ തയ്യാറാവില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് മുന്നോട്ട് പോവാനാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പൈസയാണ് വലുത്. പൈസ കിട്ടിയാൽ മതി, നമ്മളിട്ട പൈസ കിട്ടിയാൽ മതി, നമ്മൾ ആൾക്കാരെ ചേർത്ത അവരുടെ പൈസ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. ഇനി ആർക്കും ഹയർച്ച് തിരിച്ചു വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവർക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് പൈസ തിരിച്ച് കിട്ടുക എന്നുള്ളതാണ്. ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തത് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. അതുകൊണ്ട് ഇനി ഇത് സുപ്രീം കോടതിയിൽ പോകാനും ഹൈക്കോടതിയിൽ പോകാനും ഒക്കെയുള്ള സപ്പോർട്ട് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട, ലഭിക്കില്ല എന്നുള്ളതാണ് ഇവർ നൽകുന്ന സൂചന. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം ഈ കമ്പനി തിരിച്ചു വന്ന് നിങ്ങൾക്ക് പൂൾ ഇൻകം, ലെവൽ ഇൻകം, റോയൽറ്റി, ആജീവനാന്ത കമ്മീഷൻ എല്ലാം വേണമെന്നാണോ? അല്ലെങ്കിൽ നിങ്ങളിട്ട പൈസ, നിങ്ങളുടെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് നിങ്ങളിട്ട പൈസ എങ്ങനെയെങ്കിലും, ഇനി അത് സർക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ലീഡർമാരായിക്കോട്ടെ, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ മതി എന്നാണോ നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. ബൈ.